ഹായ് ഗായ്സ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. തംബ്നെയിൽ കണ്ട പോലെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഓൾറെഡി ഇപ്പോൾ ഒരു 5 മണിയായി വൈകുന്നേരം. ഓൾറെഡി ഒരു ഈവനിങ് ഒരു ജസ്റ്റ് ഞാനിപ്പോൾ ഇന്ന് കൊച്ചിയിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വോക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് കുറച്ച് ബോറിങ് ആയി തുടങ്ങി ഹോട്ടലിൽ വെറുതെ സ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ ഐ തോട്ട് ദാറ്റ് നമുക്കൊന്ന് പുറത്തു പോകാമെന്ന്. പിന്നെ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ എന്നാൽ ശരി ഒന്ന് ഇടാമെന്ന് വെച്ചു. ഞാൻ വലിയ പ്ലാനൊന്നുമില്ല, ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് നല്ല വിശപ്പുണ്ട്, അപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ പോവാം, വല്ല കഫേസ് എന്തെങ്കിലും പോവാം. ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പനമ്പള്ളിയിലുള്ള ഫ്രഞ്ച് ടോസ്റ്റ് പോകാമെന്നാണ്. അറിയില്ല ഇനി എന്താകുമെന്ന്. അപ്പം ഞാൻ ഓൾറെഡി കുറച്ച് റെഡിയായി കഴിഞ്ഞു. ഒരു പകുതി എൻ്റെ സ്കിൻ കെയർ അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ച് മേക്കപ്പ് കലാപരിപാടികളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേഗം പോവാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ഓൾ ഇൻ വൺ മലയാളി. ഓക്കെ, നമുക്ക് പോവാം പനമ്പള്ളി. ഹായ്. അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റെഡിയായി. നമുക്ക് വേഗം പോവാം. മെട്രോയിൽ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അവിടുന്ന് ഞാനിവിടെ കാക്കനാടാണ് നിൽക്കുന്നത്. ഇവിടുന്ന് പാലാരിവട്ടം അല്ലെങ്കിൽ കളമശ്ശേരിയിൽ നിന്ന് മെട്രോ പിടിച്ച് പനമ്പള്ളി പോവാം എന്നാണ് ഇപ്പോൾ ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. ലെറ്റ്സ് സീ. ഓക്കെ, എങ്ങനെയുണ്ട് എൻ്റെ ലിപ് ഷെയ്ഡ്? നല്ലതാണോ? ഞാൻ ആദ്യമായിട്ടാണ് ഒരു ന്യൂഡ് കളർ ട്രൈ ചെയ്യുന്നത് എൻ്റെ ഫേസിൽ. ഞാൻ അല്ലെങ്കിൽ എപ്പോഴും ഒരു ഡാർക്ക് ഷെയ്ഡ്സൊക്കെയാണ് ട്രൈ ചെയ്യാറ്. ഇത് ലാക്മയുടെ ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഓക്കെ, ഓക്കെ, നമുക്ക് പോവാം. പറയുന്നത് ചെറിയൊരു വീഡിയോ ആണ്. ഞാനങ്ങനെ കടവന്തറ എത്തി. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ഷോർട്ട് കട്ട് എടുത്തിട്ട് നേരെ ഷിഫോ മോമോസിൻ്റെ ഫ്രണ്ടിൽ പോയി. അപ്പോൾ എന്തായാലും പനമ്പള്ളി വരികയാണെങ്കിൽ നമ്മൾ ഷിഫോ മോമോസ് എന്തായാലും കഴിക്കണമല്ലോ. അപ്പോൾ ഒരു ഹാഫ് പ്ലേറ്റ് മോമോസ് കഴിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഷൂട്ട് ചെയ്തത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തതാണ്. എൻ്റെ വായൊക്കെ പൊള്ളി ചെറുതായിട്ട്. അങ്ങനെ നല്ല കിടലൻ മോമോസാണ്, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ചാട്ട് ഹൗസ് ഉണ്ടായിരുന്നു, തഹിലിയാനി. നോർത്ത് ഇന്ത്യൻസ് നടത്തുന്ന ഒരു ചാട്ട് ഹൗസാണ്. അവിടെ നിന്ന് ഞാനൊരു ഹാഫ് പ്ലേറ്റ് പാനിപ്പൂരി കഴിച്ചു. അവിടുത്തെ എല്ലാ ചാട്ട്സും നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഞാനിപ്പോൾ മെയിൻലി ഒരു ഹാഫ് പ്ലേറ്റ് പാനിപ്പൂരിയാണ് കഴിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു പ്രാവശ്യം കൂടി ഇവിടെ വരണം ബാക്കിയുള്ള ചാട്ട്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിന് ശേഷം പാനിപ്പൂരിയും മോമോസൊക്കെ കഴിച്ചതിന് ശേഷം മെല്ലെ നടന്ന് ഞാനങ്ങനെ ഫ്രഞ്ച് ടോസ്റ്റിലെത്തി. ഓൾമോസ്റ്റ് ഈവനിങ് 7:15 ആയിട്ടുണ്ടാവും ആ ടൈമായപ്പോൾ. അങ്ങനെ ഫ്രഞ്ച് ടോസ്റ്റിൽ വന്നിട്ട് മെയിൻലി അവിടുത്തെ ആംബിയൻസൊക്കെ നല്ലതാണ്, നല്ല രസമാണ്. പിന്നെ ആൾക്കാരും വളരെ കുറവായിരുന്നു. ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചത് സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ് ആയിരുന്നു. സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റ് ആക്ച്വലി നല്ല ടേസ്റ്റ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എനിക്ക് ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് ഈ ഒരു സ്ട്രോബെറി ഫ്രഞ്ച് ടോസ്റ്റാണ് ഓർമ്മ വരുന്നത്. അത് ഇങ്ങനെ ഫ്രഷ് ക്രീമൊക്കെ നമ്മൾ അതിൻ്റെ മേലെ ഒഴിച്ചിട്ട് കഴിക്കുകയൊക്കെ ചെയ്തു. നല്ല ടേസ്റ്റ് വരാം, നല്ല ടേസ്റ്റ്. പക്ഷെ എനിക്ക് മൊത്തം കഴിക്കാൻ പറ്റിയില്ല. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി വെച്ചു. എൻ്റെ വയറൊക്കെ അപ്പളേക്കും ഫില്ലായി. ഓരോ ബൈറ്റും എടുക്കുമ്പോൾ എന്തൊരു ടേസ്റ്റ് അറിയോ. ശരിക്കും ഞാൻ ഹെവനിലായിരുന്നു ഇത് കഴിക്കുമ്പോൾ. അങ്ങനെ ഇത് കഴിച്ച് ഏകദേശം
തലയ്ക്ക് മത്ത് പിടിക്കാൻ തുടങ്ങി ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും. ആക്ച്വലി 2 പേർക്ക് കഴിക്കാം. എന്നിട്ട് പിന്നെ കഴിച്ചൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്തിട്ട് ഞാൻ പിന്നെ ഹോട്ടലിലെത്തി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ.